ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇനി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഒട്ടും മായൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പോളം ഗോതമ്പ് പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നൂഡിൽസിന് ഒരു യെല്ലോ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നേര് ചൂടുള്ള വെള്ളം കേട്ടോ. വല്ലാണ്ട് അങ്ങ് ചൂട് വേണ്ട, ഒരു നേര് ചൂടുള്ള വെള്ളമാണ്. അത് ഞാൻ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് അങ്ങനെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കൂല, ആ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ ഒന്നിച്ചങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറേശ്ശെ ഒഴിച്ചങ്ങനെ കുഴച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇതാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാനിതുപോലെ ഒന്നങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തതിൽ ബാക്കി ഇത്രത്തോളം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഓരോ ഗോതമ്പ് പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആക്കി മാറ്റിയെടുക്കണേ. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ഡോ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കണേ. നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്താലേ നമ്മളിത് പീച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് വരിക. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സേവനായാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ട ചില്ലെന്ന് പറഞ്ഞ് കുറച്ചൊരു വലിപ്പമുള്ള ചില്ലാണ്. വല്ലാണ്ട് അങ്ങനെ നൈസായിട്ടുള്ള ചില്ല് എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ പീച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് അത്യാവശ്യം വലിപ്പത്തിലല്ലേ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നൂഡിൽസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലാക്കി എടുക്കാനും വേണ്ടിയിട്ടാണ്. ഇത് കുറച്ചും കൂടി ഒരു സൈസ് കൂടുതലാട്ടോ. ഇത്രയ്ക്കൊരു സൈസ് ഉള്ളത് വേണ്ട. എൻ്റെ അടുത്ത് ഈ ഒരു സൈസ് ചില്ലുള്ളതുകൊണ്ടാണ് ഇത്രയും സൈസ് ഉള്ളത് എടുത്തത്. ഇതിനെക്കാട്ടിലും ഒന്ന് ചെറുതുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. മറ്റേ നൈസാവാണ്ടേ നോക്കണേ. ഇനി മാവ് എടുത്തിട്ട് നമുക്ക് ഈ സേവനായിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആദ്യം ഒന്ന് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ. സേവനായുടെ ഉള്ളിൽ നമുക്ക് പീച്ചെടുക്കാം ഒന്ന് സുഖത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ അങ്ങ് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ടോപ്പ് വെച്ചിട്ട് അതിലങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ സ്റ്റൗവിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 4 കപ്പോളം വെള്ളം ഉണ്ടാവും. അതിലേക്ക് നമുക്ക് ഇതാ 1 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് പരസ്പരം അങ്ങനെ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ സേവനായി എടുത്തിട്ട് അതിലേക്ക് അങ്ങനെ പീച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ അങ്ങനെ പീച്ചിട്ട് കൊടുക്കാം. കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ. എന്നാലും ഇങ്ങനെ നമ്മൾ തിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പോരും കേട്ടോ. മൊത്തമായിട്ട് അങ്ങനെ പീച്ചിട്ട് കൊടുക്കണ്ട. കുറച്ചൊരു ലോങ് ആയാൽ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ തട്ടിക്കൊടുത്ത് അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ചെറുതാക്കണ്ട, കുറച്ച് വലുപ്പത്തിലാക്കിയിട്ട് നമുക്ക് നല്ല ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എല്ലാം കുറച്ച് ലോങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി തീ ഒന്നങ്ങനെ കൂട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ തിളച്ച് വരട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റോളമൊക്കെ മതി. ഇത് പരസ്പരം ഇങ്ങനെ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേറിട്ടിട്ട് തന്നെ അങ്ങനെ നിൽക്കും, അങ്ങനെ ഒട്ടി നിൽക്കൊന്നുമില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കന്നെ റെഡി ആയിട്ട് വരിക. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് 5 മിനിറ്റോളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൂഡിൽസ് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക, സാധാ പച്ചവെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കോരി എടുത്തിട്ടുള്ള നൂഡിൽസ് ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതൊക്കെ അങ്ങനെ കോരിയിട്ട് അതിലേക്ക് ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മൊത്തമായിട്ട് കോരി ഇതിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം.
ഇപ്പോൾ അത് മൊത്തം ഞാൻ ഇതിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റോളം ഈ ഒരു പച്ചവെള്ളത്തിൽ ഇതുപോലെ തന്നെ അങ്ങനെ കിടക്കട്ടെ. അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് നൂഡിൽസ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ചിട്ട് വെള്ളം മൊത്തമായിട്ട് അങ്ങ് കളഞ്ഞെടുക്കാം. ഇപ്പോൾ അതാ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റായിട്ട് നല്ല പോലത്തെ നൂഡിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ സ്റ്റൗവിലൊരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കുക കേട്ടോ. അതൊന്ന് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് 2 കോഴിമുട്ടയിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് ചിക്കി എടുക്കുക കേട്ടോ. അതെല്ലാം കൂടെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ചൂടായി വരുന്നതോട് കൂടി അതിങ്ങനെ ഉറച്ചു വരും. അപ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്ത് അങ്ങനെ ചിക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് കോരി എടുക്കാം. ആ മുട്ട സ്ക്രബ് ചെയ്തൊന്ന് മാറ്റി വെച്ചാൽ പിന്നെ ആ ഒരു പാൻ തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഞാനൊന്ന് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും 1 ടീസ്പൂണോളം തന്നെ ഇഞ്ചി ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ 2 അല്ലെങ്കിൽ 3 പച്ചമുളക് അത് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് റോസ്റ്റായിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് ഉള്ളിലേക്ക് ഏകദേശം ഒന്നിങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും 1/2 കപ്പോളം തന്നെ ബീൻസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാപ്സിക്കോ പിന്നെ ക്യാബേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസാണ് നമ്മളിങ്ങനെ നൂഡിൽസൊക്കെ ഇട്ട് കൊടുക്കുന്നതില്ലേ, അതൊക്കെ ഏതൊക്കെയുള്ളത് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടനങ്ങ് വഴറ്റിയെടുക്കാം. അതൊന്ന് ഏകദേശം വഴന്ന് വന്നാൽ പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുറഞ്ഞ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് സോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അതിലൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ കുറഞ്ഞ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. അതെല്ലാം കൂടെ എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നാൽ പിന്നെ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം തന്നെ റെഡ് ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം തന്നെ സാധാരണ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സോസിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ സോസിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഈ നന്നായിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു നൂഡിൽസ് ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് വേണം നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴൊന്നും പൊട്ടിപ്പോവുക എങ്ങൊന്നും ചെയ്യൂല കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഒട്ടും കേടില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.